എടാ ഈ വീഡിയോക്ക് നിങ്ങൾ കാണുന്ന പോലെ വലിയൊരു ഇൻട്രോയോ ഔട്ട്രോയോ ഒന്നും കാണൂല കേട്ടോ. പക്ഷെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സക്സസ് ആവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇൻഷാല്ലാ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുക തന്നെ ചെയ്യും കേട്ടോ. ബിക്കോസ് ഒരു 2-3 ദിവസം മുന്നേ എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അവൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 1.5 വർഷം മുന്നേ. ഓൾമോസ്റ്റ് ഒരു ദിവസം നമ്മളൊരു 3-4 വീഡിയോസ് ഒക്കെ ഇടേണ്ടി വരൂലേ. ഏറെക്കുറെ ഒരു 1500 വീഡിയോ ഒക്കെ ഈ പറയുന്ന തുച്ഛം ദിവസത്തിൻ്റെ ഉള്ളിൽ അപ്ലോഡ് ആവണമെന്നുണ്ടെങ്കിൽ അത്രയും മോള് എഫേർട്ട് എടുത്തിട്ടും അവളുടെ ചാനൽ മോണിറ്റൈസ് ആയിട്ടില്ല. മിനിമം സബ്സ്ക്രൈബേഴ്സ് 1000 സംതിങ് സബ്സ്ക്രൈബേഴ്സേ അവൾക്ക് ആയിട്ടുള്ളൂ. അതിലൊക്കെ ആകെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് നിൽക്കുന്ന അവൾക്ക് എന്തോ ഒരു നിധി കിട്ടിയ പോലെയാണ് കേട്ടോ അവൾക്കൊരു കൊളാബ് വന്ന് കിട്ടിയത്. അപ്പോൾ അവൾ എന്ത് ചെയ്തു, ആ കൊളാബ് എടുത്തിട്ട് ആ ഒരു ആഡ് അവളുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തു. ഇത് പോസ്റ്റ് ചെയ്തപ്പോൾ അവൾക്ക് അത്രയും വേണ്ടപ്പെട്ട, അവൾക്ക് നന്നായിട്ട് അറിയുന്ന ഒരാൾ അവളുടെ അടുത്ത് ചോദിച്ചത്രേ, അതിന് എൻ്റെ ചാനലൊക്കെ ആര് കാണാനാ ഈ പരസ്യമൊക്കെ അതിൽ ഇട്ടിട്ട് എന്ന് ചോദിച്ചത്രേ. അതും കൂടെ ആയപ്പോഴേക്കും മോൾ ആകെ പൊട്ടി പാളീസായിട്ടാണ് കേട്ടോ അവൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നത്. എൻ്റെ ചാനലിന് എന്തോ പറ്റിയിട്ടുണ്ട്, ഞാൻ എത്ര എഫേർട്ട് എടുത്തിട്ടും എനിക്ക് അതിൽ വരുന്നില്ല, വ്യൂസ് ഒന്നും വരുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവൾക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ രശ്മി ആയിക്കോട്ടെ, എൻ്റെ മറ്റ് ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അവരൊക്കെ എൻ്റെ ചാനൽ ഇങ്ങനെയാണ്, ഡള്ളാണെന്നൊക്കെ പറഞ്ഞ് വരുന്ന സമയത്ത് എന്നെയും കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ എല്ലാവരെയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് എല്ലാവരുടെയും ചാനൽ എനിക്കറിയാവുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ്. അതിപ്പോൾ എനിക്ക് പറ്റുന്നത് പോലെ ഞാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈവൻ ചാനൽ കസ്റ്റമൈസേഷൻ ആയിട്ടാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളാണെങ്കിലും ഒക്കെ. അപ്പോൾ ഇവിടെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോഴും ഞാൻ ആകെ ഭയങ്കര ഡെസ്പായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ നോക്കട്ടെ, ഞാൻ ചാനൽ കസ്റ്റമൈസ് ചെയ്ത് തരാം, ഇങ്ങനെ പോലെയൊക്കെ വീഡിയോ എടുക്കുന്നത് കൊണ്ട് കുറേ ടിപ്പ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത്. പക്ഷേ എന്തൊക്കെ കൊടുത്താലും നമുക്ക് കൊടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഇവരുടെ മൈൻഡിൽ ഫിക്സ് ആയി കിടക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, നാട്ടുകാരെന്ത് പറയുമോ എന്നുള്ളത്. ആക്ച്വലി ഓൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ കാര്യം എന്താ പറയുക, ഇപ്പോൾ ഞാൻ വീഡിയോസ് ഒക്കെ ഇടാൻ തുടങ്ങിയപ്പോൾ നാട്ടുകാരൊക്കെ എന്തൊക്കെയാണ് പറയണേന്ന് അറിയുമോ എന്നുള്ളൊരു സാധനമായിരുന്നു. നിങ്ങൾക്കൊരു കാര്യം അറിയോ, നിങ്ങൾ എന്ത് ചെയ്താലും നാട്ടുകാർ പറയും. ഇപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് പറയണത് നിൻ്റെ പോലെയൊന്നും അല്ലല്ലോ, നിനക്ക് ഇപ്പം ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആയതുകൊണ്ട് നാട്ടുകാരൊക്കെ നിന്നെക്കുറിച്ച് നല്ലതല്ലേ പറയണേ. ഈ ഒരു സംഭവമല്ലേ, ഈ ഒരു സംഭവം വെറും മിത്താണ്. അതായത് ഇപ്പം ഞാൻ 1 lakh+ സബ്സ്ക്രൈബേഴ്സ് ആയതുകൊണ്ട് ഞാൻ വലിയ സംഭവമായി, അപ്പോൾ എല്ലാവരും എന്നെക്കുറിച്ച് നല്ലത് മാത്രമേ പറയുള്ളൂ. അങ്ങനെയല്ല കേട്ടോ. ഞാനൊരു കാര്യം പറയാം, ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ വീട് കുഞ്ഞാണ്. കുഞ്ഞ് പറഞ്ഞാൽ ഇപ്പം തന്നെ എൻ്റെ വീട് വളരെ കുഞ്ഞാണ്. ഈ ഒരു കുഞ്ഞിൻ്റെ നേരെ പകുതിയായിരുന്നു അന്നത്തെ സമയത്ത് ഉണ്ടായിരുന്ന എൻ്റെ കുഞ്ഞ് വീടായിരുന്നു. അപ്പം ഞാൻ ചാനൽ വീഡിയോ ഒക്കെ ആയിട്ട് വരുന്ന സമയത്ത് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓള് ഭയങ്കര ഷോ ഓഫാണ്, ചെറിയ വീടായതുകൊണ്ടാണ് ഞാൻ പെരിച്ചായി മാന്തിയതൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആക്ച്വലി എനിക്ക് അതാണ് ഇടാൻ കോണ്ടന്റ് ആയിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതൊക്കെ ഇട്ട സമയത്ത് ഓൾ അതൊക്കെയാണ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്, എന്തിനാണ് ഇങ്ങനെ, ഇതൊക്കെ ആര് കാണാനാണ് തൊട്ട് അന്ന് അതൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ എൻ്റെ ഹസ്ബൻഡിന് വരെ ഇഷ്ടംപോലെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൻഡ് അത് കഴിഞ്ഞ് ഞാനൊരു 1K സബ്സ്ക്രൈബേഴ്സായി 10K സബ്സ്ക്രൈബേഴ്സായി മോണിറ്റൈസൊക്കെ ആയി കഴിഞ്ഞപ്പോൾ നേരെ തിരിച്ചായി. ഇനിയിപ്പോൾ രണ്ടാളുടെയും പാടെ വരുമാനം മതിയല്ലോ, ഇപ്പോൾ ഇഷ്ടംപോലെ പൈസ ആയല്ലോ, അങ്ങനെ ആ ഒരു സാധനമായി, പൈസ ഉണ്ടാക്കുകയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഞാൻ സോപ്പ് മേക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ യൂട്യൂബിൽ നിന്നുള്ള പൈസയൊന്നും പോരാ, അവൾക്ക് അങ്ങനെ അത്. ഇപ്പം നിങ്ങൾക്കൊരു കാര്യം അറിയോ, അന്ന് എന്നെ കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്ന ആൾക്കാർ മൊത്തം ഇപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് അന്നും അവരുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഓരോ 5 രൂപയ്ക്കും 10 രൂപയ്ക്കും ഇങ്ങനെ പൈസ ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന മനുഷ്യന്മാരാണ്. ഇന്നും അവരങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അന്നും അവർ ആരാൻ്റെ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യരാണ്. ഇന്നും അവർ ആരാൻ്റെ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യരാണ്. അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് മറ്റുള്ള ആൾക്കാർ എന്താ ചെയ്യണമെന്ന് നോക്കുക, കുറ്റം പറയുക എന്നുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഒരാളുടെയും കുറ്റവും കുറവും നോക്കാനോ അവരുടെ ജീവിതത്തിൽ എന്താ ചെയ്യുന്നത്, ഇതെനിക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് വന്ന് പറയാൻ പറ്റും കേട്ടോ. ഞാൻ ഇവിടുത്തെ ഒരാളുടെയും ലൈഫിൽ അവരെന്താ ചെയ്യുന്നതെന്ന് നോക്കാനോ അവർ ചെയ്യുന്നതിനെ ക്രിറ്റിസൈസ് ചെയ്യാനോ അവർ ചെയ്യുന്നതിൻ്റെ നല്ലതും ചീത്തയും പറയാനോ ഞാൻ പോവാറില്ല. എൻ്റെ ലൈഫിലോട്ട് ഇങ്ങോട്ട് കയറി വരുന്ന ആൾക്കാരത്തെ അഭിപ്രായം പറയാമെന്നല്ലാതെ ഞാൻ ഒരാളുടെയും ജീവിതത്തിലോട്ട് ഞാൻ അങ്ങോട്ടേക്ക് കയറിപ്പോയിട്ട് അവരുടെ വീട്ടിലത് നടന്നു ഇവരുടെ വീട്ടിലത് നടന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ പോവാറേ ഇല്ല. അപ്പോൾ അതെന്താ വെച്ചാൽ ഞാൻ ഭയങ്കര ബിസിയാണ്, എൻ്റെ ലൈഫായിട്ട് ഞാൻ ഭയങ്കര ബിസിയാണ്. അപ്പോൾ നിങ്ങൾ ബിസി ആവുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് മാത്രം നോക്കാനേ നേരമുണ്ടാവുള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്താ അറിയോ, ഈ മറ്റുള്ളവരെന്താ പറയുന്നതെന്ന് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കുറേ സമയം അങ്ങോട്ട് പോയി കിട്ടും. നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടുന്ന കാര്യം, നിങ്ങളുടെ ഹസ്ബൻഡ്, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ, ഇവർ നിങ്ങളുടെ പ്രവൃത്തിയിൽ ഹാപ്പിയാണോ ഹാപ്പി അല്ലേ, അത് മാത്രമേ നോക്കേണ്ട ആവശ്യമുള്ളൂ. അതായത് നിങ്ങളുടെ സമാധാനം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് സർക്കിളിലുള്ള ആൾക്കാർ ഹാപ്പി ആയിട്ടിരിക്കണം. അപ്പം നിങ്ങളുടെ ലൈഫ് സൈക്കിളിലുള്ള ആൾക്കാരനെ നിങ്ങൾക്ക് ഹാപ്പിയാക്കി വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നാട്ടുകാരൊന്നും നിങ്ങളുടെ ലൈഫ് സൈക്കിളിൽ നിൽക്കുന്ന ആൾക്കാരല്ല. ആൻഡ് അൾട്ടിമേറ്റ്ലി നിങ്ങൾ എന്താണ് ജീവിക്കുന്നത്, നിങ്ങളുടെ സാമ്പത്തിക പ്രയാസങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ സ്ട്രഗിൾസ് എന്തൊക്കെയാണ്, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി നിങ്ങൾ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്നൊന്നും നാട്ടുകാർക്ക് അറിയില്ല. ഇവർ ഈ സ്ക്രീനിൽ കാണുന്ന നിങ്ങളെ കണ്ടിട്ടാണ് ഈ കുറ്റം പറയുന്നുണ്ടാവുക.
ഇനി മേ ബി നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യും സപ്പോർട്ട് ചെയ്യും ഒക്കെ ചെയ്യാനും അപ്പുറത്തെ ആൾക്കാരുണ്ടാവും. പക്ഷെ നിങ്ങൾ നിങ്ങളെ കുറിച്ച് നല്ലത് പറയും, നിങ്ങളെ അംഗീകരിക്കും, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരെ ഒന്നും കാണൂല. ഞാനും മുന്നേ അങ്ങനെ ആയിരുന്നു കേട്ടോ. എനിക്ക് 10,000 പോസിറ്റീവ് കമൻറ്റ് അവിടെ വന്നിട്ടുണ്ടെങ്കിലും ഒരു നെഗറ്റീവ് കമൻറ്റ് എടുത്തുകൊണ്ട് പോയിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ പിന്നാലെ നടക്കും. പക്ഷേ നോക്കടാ എന്നെ ഇങ്ങനെ പറഞ്ഞടാ നോക്കടാ അങ്ങനെ പറഞ്ഞ് നടക്കും. ആ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞിങ്ങോട്ട് പോകുന്ന കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊന്നും ഒന്നല്ല, പറയാനുള്ളവർ പറഞ്ഞോട്ടെ അങ്ങനെയുള്ളൊരു കാര്യം. പിന്നെ യൂട്യൂബ് ചാനൽ നിർത്തണോ എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഓൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നില്ല ഞാൻ ഈ യൂട്യൂബ് നിർത്തേണ്ടി വരും. അതായത് നിർത്തിയാലും ആൾക്കാർ പറയും അവൾ യൂട്യൂബ് ചാനൽ തുടങ്ങി അത് റീച്ചില്ലാത്ത കാരണം കൊണ്ട് അവൾ നിർത്തി. ഇനി ഇത് തുടർന്നാലും ആൾക്കാർ പറയും റീച്ചില്ലാത്തൊരു ചാനൽ അവൾ എന്തിനാണാവോ തുടർന്നുകൊണ്ട് നടക്കണേന്നുള്ളത്. നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങളെക്കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ നിങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾ നിങ്ങളുടെ സെൽഫ് അപ്ഗ്രേഡ് ആവുക, നിങ്ങളുടെ സെൽഫ് എന്താ പറയുക, ഇപ്പം നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും പറയാറുള്ളതാണ് എന്ത് പരിപാടി ചെയ്യുകയാണെങ്കിലും കുടുംബക്കാരും കൂട്ടുകാരും നാട്ടുകാരും ആദ്യം അറിയിക്കാൻ നിൽക്കരുത് എന്നുള്ളത്. ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സക്സസ് ആയി കഴിഞ്ഞിട്ടേ അവർ അറിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും വല്ലാണ്ട് വരില്ല. അതൊക്കെ അനുഭവം കൊണ്ട് പറയുന്നതാണ് മക്കളെ. നിങ്ങൾ ഒരു ചാനൽ തുടങ്ങുകയാണ് അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ നിങ്ങളുടെ കുടുംബക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം വരുന്ന നെഗറ്റീവ് നിങ്ങളെ തളർത്തുന്നത് നിങ്ങളുടെ ഫാമിലിന്നോ ഇനിയിപ്പോൾ അവിടെ പൈസ കൊടുത്ത് നിങ്ങളുടെ അടുത്ത് ബിസിനസ് നിങ്ങൾ നടത്തുന്ന സാധനങ്ങളൊക്കെ വാങ്ങിയാൽ പോലും അവർ റീപർച്ചേസ് ചെയ്യില്ല. അവർ പകരമുള്ള നല്ലതിനെ എടുത്തിട്ട് അവർ കണ്ടില്ലേ അങ്ങനെ ഇവർ കണ്ടില്ലേ ഇങ്ങനെ പറഞ്ഞിട്ട് നിങ്ങളെ തളർത്താനേ നോക്കുള്ളൂ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഓക്കെ നല്ലവരായിട്ടുള്ള സുഹൃത്തുക്കളും നല്ലവരായിട്ടുള്ള കുടുംബക്കാരും ഉണ്ടാവില്ല. അതായത് നിങ്ങളുടെ ടു ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള നിങ്ങളുടെ സിബ്ലിങ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ സിസ്റ്റേഴ്സോ ബാക്കിയുള്ള ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും. നിങ്ങൾക്ക് ട്രസ്റ്റബിൾ ആവുന്ന നിങ്ങൾ നന്നായി കാണുന്ന ട്രൂലി ആഗ്രഹിക്കുന്ന ആൾക്കാർ അവരിലോട്ട് മാത്രം ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാം. ബാക്കിയുള്ളവരോട് നിങ്ങൾ പറയേ വേണ്ട. ഇനിയിപ്പോൾ അവരോടാണെങ്കിൽ പോലും നിങ്ങൾ പറയാതിരിക്കുകയാണെങ്കിൽ അത്രയും നല്ലതെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ചിലപ്പോൾ എന്തെങ്കിലും റീസൺസ് കൊണ്ടാണെങ്കിൽ പോലും അവർ മേ ബി ഇതൊക്കെ സ്കിപ്പ് അടിച്ച് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് അഥവാ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ എടാ അത് കാണും കേട്ടോ, കണ്ടില്ലെങ്കിൽ നീ അത് ഓപ്പൺ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരൊരിക്കലും നിങ്ങൾക്ക് ദോഷം വരുത്തില്ല എന്ന് കരുതുന്ന കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ, അവരോട് മാത്രം നിങ്ങൾ ഷെയർ ചെയ്താൽ മതി. പിന്നെ ഞാൻ എൻ്റെ ജേണി ഞാൻ പറഞ്ഞുതരാം. ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഓപ്പോൻ്റെ ഒരു പഴയ ഫോണിലാണ്, ഒരു പന്നാസ് പഴയ ഫോണിൽ. ആ ഒരു ഫോണിൽ നിന്നാണ് ഞാൻ ചെയ്തിട്ട് വന്നത്. അത് കഴിഞ്ഞ് പതിയെ 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 ഒരു മൈക്ക്, ഒരു വയറുള്ളൊരു മൈക്ക് വന്ന് ആ വയറുള്ള മൈക്ക് മാറ്റി ഓപ്പോൻ്റെ ഫോൺ മാറ്റി റിയൽമി ആക്കി. കാരണം ഓപ്പോൻ്റെ ഫോൺ വൈറ്റ് വാഷ് അടിച്ച പോലത്തെ ഒരു ഫോണായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ഒരു ഫിൽറ്റർ ഇട്ടില്ലെങ്കിലും നമ്മളെ കണ്ടാൽ തിരിച്ചറിയില്ല ഗൈസ്, അത്രയും നമ്മളിങ്ങനെ വളയുന്നുണ്ടാവും. അപ്പോൾ അത് മാറ്റി ഞാൻ റിയൽമി ആക്കി. റിയൽമിയിൽ കുറച്ച് വീഡിയോസ് എടുത്ത് പിന്നെ അത് ക്ലാരിറ്റി ഇല്ല. കാരണം ഈ 180p എടുക്കുന്നതൊന്നും തീരെ ക്വാളിറ്റി ഉണ്ടാവില്ല. പോരാഞ്ഞിട്ട് ഫ്രണ്ട് ക്യാമറ വെച്ചെടുക്കുമ്പോൾ തീരെ ക്വാളിറ്റി ഉണ്ടാവില്ല. അങ്ങനെ അതെടുത്ത് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഗ്രാജ്വലി പതിയെ പതിയെ പതിയാണ് ഓരോന്നോരോന്നിച്ച് അപ്ഗ്രേഡ് ചെയ്ത് വന്നത്. ഇപ്പോൾ പറയുന്ന ഐഫോൺ ആണെങ്കിലും മൈക്കാണെങ്കിലും ഐപാഡ് ആണെങ്കിലും ഒക്കെ ഞാൻ ഈ യൂട്യൂബ് കൂടെ യൂസ് ചെയ്തിട്ട്, യൂട്യൂബ് മാത്രമല്ല കേട്ടോ, ഞാൻ ഓരോന്ന് ചെയ്യുമ്പോഴും അതിൻ്റെ കൂടെ ഞാൻ സൈഡ് ബിസിനസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം ഞാൻ കോസ്മെറ്റിക് മേക്കിംഗ് പഠിച്ച സമയത്ത് ഞാൻ കോസ്മെറ്റിക്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ലിപ് ബാം, സോപ്പ് കാര്യങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാനിപ്പം എൻ്റെ ഒരു അക്കാഡമി എന്നുള്ളത് വലിയൊരു ഡ്രീമായിരുന്നു എൻ്റെ. നമ്മളിപ്പോൾ നമ്മുടെ അക്കാഡമി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ ഒരു 1 year ആവാനായി. അപ്പോൾ ഇതും കൂടെ ഒക്കെ ഇത് അക്കാഡമി സ്റ്റാർട്ട് ചെയ്ത് അതിൽ നിന്ന് വന്ന ഏർണിങ്സ് അങ്ങനെ എൻ്റെ സ്വന്തം വരുമാനം കൊണ്ടാണ് ഞാൻ പഠിച്ചത്. 7 കോഴ്സ് 8 കോഴ്സോളം ഞാൻ കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചത്. ആൻഡ് ഇപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, പിന്നെ ഈ പറയുന്ന ഗാഡ്ജറ്റ്സ് എടുത്തത്, ഇതൊക്കെ ഞാൻ എൻ്റെ സ്വന്തം ഏർണിങ്സ് കൊണ്ടാണ് എടുത്തത്. എനിക്ക് പ്രൗഡായിട്ട് പറയാൻ പറ്റുന്ന കാര്യം കേട്ടോ. എൻ്റെ കെട്ടിനെ സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഓനൊരു ദുഷ്ടനായതുകൊണ്ടൊന്നുമല്ല. ആളുടെ തുച്ഛമായ വരുമാനത്തിൽ നിന്ന് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ടൊക്കെ ഞങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ആൾ ചെയ്യുന്നുണ്ട്. ആൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി ആൾ ഏൺ ചെയ്യുന്നുണ്ട്. എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. നമ്മളൊരു ബാലൻസ് ആയിട്ട് പോകുന്ന ഒരു ഫാമിലിയാണ് മാഷാഅല്ലാ ഇതുവരെ. അപ്പോൾ ആൾക്ക് കൂടുതൽ ഭാരം കൊടുക്കാതെ എനിക്ക് എൻ്റേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിക്കാനും എനിക്ക് ഏൺ ചെയ്യാൻ വേണ്ടുന്ന സാധനങ്ങൾ വാങ്ങിച്ചു വെക്കാനും ഒക്കെ എനിക്ക് പറ്റിയത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ്. നിങ്ങൾക്കൊരു കാര്യം അറിയോ, എന്നെ നോക്കി ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർ ഇപ്പോഴും അവരുടെ വീട്ടിലിരുന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. അവർക്ക് ഒരു മാറ്റവും ഇല്ല. ഇത് തന്നെയാണ് അവർ നിങ്ങളുടെ കാര്യത്തിലും ചെയ്യാൻ പോകുന്നത് മക്കളെ. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അവർ പറയും അവൾ കണ്ടില്ലേ, അവൾ അങ്ങനെ ചെയ്യുന്ന കണ്ടില്ലേ, അവൾ ബിസിനസ് തുടങ്ങിക്കണം, അല്ലെങ്കിൽ അവൾ മാക്സി ബിസിനസ് തുടങ്ങിക്കണം. ഇന്ന് കാലത്ത് ആർക്കാ ഒരു മാക്സി ബിസിനസ് ഇല്ലാത്ത, അവർ ആ ബിസിനസ് തന്നെ ചെയ്തുകൊണ്ട് നടക്കും. അങ്ങനത്തെ സാധനമാണ് അവർ നിങ്ങളെ കുറിച്ച് പറയുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നേരെ തിരിച്ച് അവർ പറയും അവള് കണ്ടില്ലേ ഇപ്പം അണിഞ്ഞൊരുങ്ങിയിട്ടാ പുറത്തേക്ക് ഇറങ്ങി പോണത്. നിങ്ങളുടെ കെട്ടിയന്മാർക്ക് നിങ്ങൾ അണിഞ്ഞൊരുങ്ങി പോകുമ്പോൾ അത് നിങ്ങൾ വേറൊരു കാര്യത്തിനല്ല പോകുന്നതെന്ന് ഉറപ്പുണ്ടെങ്കിൽ
ഈ പറയുന്ന നാട്ടുകാരെ കുറിച്ച് ഒന്നും നിങ്ങൾ ബേജാറാവേണ്ട കാര്യമില്ല. കാരണം ഇവർ ആരെയും കൂടെ അല്ല നിങ്ങൾ ജീവിക്കുന്നത്, നിങ്ങളെ ഹസ്ബൻഡിൻ്റെ കൂടെയാണ്. ആൻഡ് വേറൊരു കാര്യം, ഇത് നിങ്ങളുടെ കുടുംബജീവിതം കോംപ്രമൈസ് ചെയ്യാത്തടത്തോളം കാലം നിങ്ങൾക്ക് ഈ പറയുന്ന യൂട്യൂബും അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമും ബാക്കിയുള്ളതും ഒക്കെ നിങ്ങൾക്ക് കൊണ്ടു നടക്കാം. നിങ്ങളൊരു തെറ്റ് ചെയ്യാത്തടത്തോളം കാലം നോ പ്രോബ്ലം. അതിൽ വേറെ ആരെന്ത് പറഞ്ഞാലും നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല. പിന്നെന്താ, യൂട്യൂബിൽ ലൈവ് വരുന്നത് മോശമാണ്, അത് ആൾക്കാർ മോശമായിട്ട് കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഓൾ വന്ന് പറയുന്നത് വൈ ഇങ്ങനെ കാണുന്ന ഒരു സ്ക്രീനിൽ ഇങ്ങനെ കാണുന്നത് പോലെ തന്നെയാണ് നിങ്ങൾ ലൈവ് ചെയ്താലും ആൾക്കാർ ഇങ്ങനെ കാണുന്നത്. നിങ്ങൾ മോശമായിട്ട് ലൈവ് ചെയ്താണ്. അതായത് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങളുടെ മൈൻഡിലോട്ട് വരുന്ന തോട്ട് എന്താണ്, ബോഡി പാർട്സ് ഒക്കെ കാണിച്ച് മറ്റേ സാധനം അല്ലേ, അങ്ങനെയാണ് ഇപ്പോൾ കൂടുതൽ സബ്സ്ക്രിപ്ഷനെ കുറിച്ച് ആൾക്കാർ കരുതി വെക്കുന്നത്. മക്കളെ ഇൻഷാ അല്ലാഹ് ഞാനൊരു സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. എൻ്റെ കോഴ്സുകൾ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ തുച്ഛമായ വിലയിൽ നിങ്ങൾക്ക് ഓരോരോ കാര്യങ്ങൾ അവയർനെസ് തരാനും കോഴ്സുകൾ തരാനും നമുക്ക് സബ്സ്ക്രിപ്ഷൻ തുടങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഈ സബ്സ്ക്രിപ്ഷൻ നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ലൈവ് എന്ന് പറയുമ്പോൾ ലൈവിൽ വന്നിട്ട് സ്വന്തം കഴിവുകൾ കാണിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ രശ്മിയൊക്കെ ലൈവ് വന്നിട്ട് അവളെ നന്നായിട്ട് പാട്ട് പാടും. ഓള് പാട്ടാണ് കാണിക്കുന്നത്, അല്ലാണ്ട് ബോഡി പാർട്സ് കാണിക്കാനോ അല്ലെങ്കിൽ ആളുകളുടെ അടുത്ത് വന്നിട്ട് വൾഗാരിറ്റി കാണിക്കാനോ ഒന്നുമല്ല. അപ്പോൾ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് എന്തും ചെയ്യാം. അപ്പം നിങ്ങൾ എന്നെ കാണുന്ന ഈ സ്ക്രീനിലാണ് നിങ്ങൾ ഡാൻസ് കാണുന്നത്, നിങ്ങൾ ഫുൾ ന്യൂഡിറ്റി ഒക്കെ യൂട്യൂബ് അടിച്ച് കളയും. പക്ഷെ എന്നാലും ഒരു ഹാഫ് ന്യൂഡിറ്റി കാണുന്നുണ്ടെങ്കിൽ അത് കാണുന്നുണ്ടാവുക, അല്ലെങ്കിൽ റൊമാൻസ് കാണുന്നുണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങൾ വൾഗർ എന്ന് വിശ്വസിക്കുന്ന കുറേ സാധനങ്ങൾ നിങ്ങൾ കാണുന്നത് ഈ പറയുന്നൊരു സ്ക്രീനിലാണ്. അപ്പോൾ അവരിതൊക്കെ കാണിക്കുന്നത് അവർക്കത് വൾഗർ അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അവരെ സംബന്ധിച്ചിടത്തോളം അത് വൾഗർ അല്ല, ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ്സ് ആണ്. അപ്പോൾ എല്ലാവരും തൃപ്തിപ്പെടുത്തുന്ന, എല്ലാവർക്കും ഓക്കെ ആവുന്ന ഒരു കോണ്ടന്റ് കൊടുക്കുക എന്നുള്ളത് ഒരിക്കലും പോസിബിൾ അല്ല. ഞാനിപ്പോൾ ഇട്ട കോണ്ടന്റ് പോലും ഓക്കെ അല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇതിന് എഗെയിൻസ്റ്റ് പോലും ഇഷ്യൂസ് ഉള്ള കുറേ ആൾക്കാരുണ്ടാവും. അവർ വന്നിട്ട് ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്യാം, അല്ലെങ്കിൽ കമൻറ്റിൽ വന്നിട്ട് ചീത്ത വിളിക്കാം, അതൊക്കെ അവരിഷ്ടം. നമുക്ക് ആ പരിധിയിൽ നിന്ന് പോകുമ്പോൾ അല്ലെങ്കിൽ ഓവർ ആവുന്ന സമയത്ത് നമുക്ക് ആക്ഷൻസ് എടുക്കാൻ യൂട്യൂബിൽ ഓപ്ഷൻസ് ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് പരാതി കൊടുക്കാം, സൈബർ സെല്ല് കംപ്ലയിൻറ്റ് ചെയ്തിട്ട് നമുക്ക് പോലീസുകാരെ ഇങ്ങനെ അവരെ വീട്ടിലോട്ട് പറഞ്ഞേക്കാം, അവരെ തൂക്കാം, അവരെ നമുക്ക് എക്സ്പോസ് ചെയ്യാം. അവരുടെ ഫോട്ടോസോ കാര്യങ്ങളോ വെച്ചിട്ട് നമുക്ക് ഇന്ന ആൾ ഇന്ന കമൻറ്റ് ഇട്ടു, അതിന് നമുക്ക് പറയാനുള്ള മറുപടി ഇതാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് അവരെ എക്സ്പോസ് ചെയ്യാം. അങ്ങനെ എന്ത് തേങ്ങ വേണമെങ്കിലും ചെയ്യാം. അതിനുള്ള എന്താ പറയുക, ഓപ്പർച്യൂണിറ്റീസൊക്കെ നമ്മൾ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനുണ്ട്. പിന്നെ നമ്മൾ മാന്യമായിട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയും, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കോണ്ടന്റ് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ നോ പ്രോബ്ലം. ഇനിയിപ്പോൾ നിങ്ങളൊരു ബിസിനസ്സാണ് ചെയ്യണമെന്ന് വിചാരിച്ചോ, നിങ്ങളൊരു 500 രൂപയുടെ മാക്സി വെക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് നിങ്ങളുടെ ഇഷ്ടമില്ലാത്ത ആൻറ്റി പറയും, ഇവിടെ കൊടുക്കണം 500 രൂപയുടെ, ഞാൻ കുറച്ചൊക്കെ പറയാട്ടോ കേട്ടോ, ഇവിടെ കൊടുക്കണം 500 റുപ്യൻ്റെ മാക്സി ഇല്ലേ, ഇത് അവൾക്ക് 100 റുപ്യക്ക് കിട്ടണ മോളെ, ഇതിന് തൊട്ടപ്പുറത്തുള്ള ഫാസിലല്ലേ ഓള് കൊടുക്കുന്നത് 300 റുപ്യക്കാ, ഇവളുടെ അടുത്ത് ഭയങ്കര വിലയാണ്, ചീപ്പ് പ്രൊഡക്റ്റാണ്. ഇങ്ങനെ നിന്നിട്ട് അവർ കുറ്റം പറയും. എന്തൊരു സാധനം നിങ്ങൾ ചെയ്താലും അവരതിനെക്കുറിച്ച് കുറ്റം പറയാൻ വേണ്ടി തന്നെ നിൽക്കുന്ന ആൾക്കാരായിരിക്കാം. ഒന്നാമത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുക, അവർക്കില്ലാത്തൊരു സാധനം നിങ്ങൾക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവർ കുറ്റം പറഞ്ഞിരിക്കും. അവർക്കില്ലാത്ത ഫ്രീഡം നിങ്ങൾക്കുണ്ടോ, നിങ്ങളുടെ ഫ്രീഡം നിങ്ങൾ അഴിഞ്ഞാടാൻ പോകുന്നതാണ്. അവർക്കില്ലാത്ത ആരോഗ്യം നിങ്ങൾക്കുണ്ടോ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ പറയും നിങ്ങൾ ജിമ്മിൽ പോണതും നിങ്ങൾ ഫിറ്റ്നസ് എടുക്കുന്നതും ഒക്കെ നിങ്ങൾ ഇങ്ങനത്തെ വഴിയിലാണ് നിങ്ങൾ ഈ ആരോഗ്യം ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഫിറ്റ്നസ് ചെയ്യുന്നത് മോശം കാര്യമാണ്, ജിമ്മിൽ പോണതൊക്കെ ഭയങ്കര മോശം കാര്യമാണ്. ഇനി അവർക്കില്ലാത്ത സൗന്ദര്യം നിങ്ങൾക്കുണ്ടോ, അപ്പം അവർ പറയും നിങ്ങൾ വൈറ്റനിങ് ക്രീം യൂസ് ചെയ്തിട്ടുണ്ടാക്കിയതാ, ഇവള് കഴിഞ്ഞ കൊല്ലം കാക്കക്കർബി ഒരു ചന്തമില്ലാത്ത ഒരു വൃത്തികെട്ട പെണ്ണായിരുന്നു. കാക്കക്കർബി ബൈ ദ വേ, ഞാനിവിടെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ളൊരു വേർഡ് പറഞ്ഞതല്ല കേട്ടോ, അവർ പറയുന്ന സാധനം പറഞ്ഞതാ. അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കളർ ഡിസ്ക്രിമിനേഷൻ അവരത് വലിയൊരു സംഭവമാക്കി എടുത്തിട്ട് പറയും. ഇപ്പോൾ അവൾ വൈറ്റനിങ് ക്രീം യൂസ് ചെയ്തിട്ട് നശിപ്പിച്ചത് അവളിപ്പം ഇങ്ങനെ തിളങ്ങണ് കണ്ടില്ലേ, വൈറ്റനിങ് ക്രീമാ അങ്ങനെ പറയും. ഇനി നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം കാര്യമായിട്ട് പ്രൊഡക്റ്റ് എന്തെങ്കിലും റിവ്യൂ ചെയ്ത് നോക്കിയാലോ, വെറുതെ കൊടുക്കുക യൂട്യൂബ് കൊളാബ് എന്നും പറഞ്ഞിട്ട്, എന്നിട്ട് അത് അടിപൊളി പറഞ്ഞിട്ടോള് യൂട്യൂബിൽ തന്നെ കൊണ്ടുവന്നിട്ടിട്ട് പൈസ ഉണ്ടാക്കാറ്. നിങ്ങൾ നന്നാവാനായിട്ട് അവർ ഒരു തരത്തിൽ സമ്മതിക്കില്ല. നിങ്ങൾ എന്ത് ചെയ്താലും വാട്ട് എവർ മേ ബി. ഇനിയിപ്പോൾ നിങ്ങൾ പഠിക്കാൻ പോയോക്കാം, അവിടെ ഒരു കല്യാണം കഴിഞ്ഞിട്ട് കെട്ടിയോൻ്റെ കാര്യം നോക്കി ഓൻ്റെ ജഡ്ഡി ഇലക്കി വീട്ടിലിരിക്കണതിന് പകരം അവൾ പഠിക്കാൻ പോയിക്കൊണ്ടിരിക്കുക. ഇങ്ങനെയുണ്ട് അഹങ്കാരികളായിട്ടുള്ള പെണ്ണുങ്ങൾ, കുടുംബത്തിൽ ഒതുങ്ങാത്തോള്, അങ്ങനെ പറഞ്ഞ് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, പടച്ചോൻ തന്ന ദുനിയാവിൽ നമ്മൾ ഈ കുറച്ച് കാലം മാത്രമേ ഈ ദുനിയാവിൽ ഉണ്ടാവുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, മറ്റൊരു വ്യക്തിയെ ഉപദ്രവിക്കാത്ത, നിങ്ങൾക്ക് നിങ്ങളോടും നിങ്ങളുടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാർക്കും നല്ലതെന്ന് തോന്നുന്ന എന്ത് കാര്യം വാട്ട് എവർ മേ ബി, വേറൊരാളെ ഉപദ്രവിക്കാത്ത, വേറൊരാൾക്ക് നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യാത്ത, നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സന്തോഷം കിട്ടുന്ന, നിങ്ങളും നിങ്ങളുടെ കുടുംബം വളരുന്ന എന്ത് കാര്യവും
നാട്ടുകാർ എന്ത് പറയുന്ന ആലോചിച്ച് നിങ്ങൾ ചെയ്യാണ്ടിരിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞ് ഞങ്ങൾ മരിച്ചു പോകും. അത് കഴിഞ്ഞ് അവർ നിങ്ങളെ കുറിച്ച് പറയൽ നിർത്തും. അപ്പം നിങ്ങൾ ചിലപ്പോൾ മഹാത്മാഗാന്ധിൻ്റെ കൊച്ചപ്പൻ്റെ മക്കളൊക്കെ ആയിട്ട് മാറും കേട്ടോ, അതൊക്കെ വേറെ വിഷയം. ഇത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞ് അവർ നിർത്തും. അപ്പോൾ ഇപ്പം നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കൊടുത്തതും അല്ലെങ്കിൽ നിങ്ങൾ ഏൺ ചെയ്തതും നിങ്ങൾ ജീവിച്ചതും ഒക്കെ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. പരമാവധി നല്ല കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളോടും മറ്റുള്ളവർക്ക് മാത്രമല്ല നമ്മൾ നല്ല കാര്യം ചെയ്യേണ്ടത്, നമ്മൾ നമുക്ക് നല്ല കാര്യം ചെയ്താലും നമുക്ക് നന്മ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇത്രയും പറയണമെന്ന് വിചാരിച്ചത്. എനിക്ക് ഓളെ സങ്കടം കണ്ടിട്ട് ഇതിങ്ങനെ മനസ്സിലിങ്ങനെ വിങ്ങി 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 നിൽക്കുക. പിന്നെ വേറൊരു കാര്യം, ഓളുടെ അടുത്ത് നിൻ്റെ കൊളാബൊക്കെ ആര് കാണാനാന്ന് ചോദിച്ച ആൾക്കാർത്താ പറയണേ. ചിലപ്പോൾ വെറുതെ 2 കൊല്ലം കഴിയുമ്പോഴേക്കും ഓളിനെ കാണാൻ വലിയൊരു ക്രൗഡ് ക്യൂ നിൽക്കും. ഇതേ ആ സെലിബ്രിറ്റി വരുന്നതെന്ന് പറഞ്ഞിട്ട് ഓള് കാത്തിക്കും. അപ്പോൾ ഓളിടുന്ന ഈ പറയുന്ന ആഡൊക്കെ ഉണ്ടല്ലോ, അത് നിങ്ങളടക്കം കാണും. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ഞാൻ അവളുടെ ഓട്ടോഗ്രാഫിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും കേസ്. ഇപ്പോൾ ഓൾ എന്നെ വലിയ സംഭവമായിട്ട് കാണുന്ന അവളുടെ ഓട്ടോഗ്രാഫിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഞാൻ അവളുടെ ചാനലിൽ പോയിട്ട് പറയും വേണ്ടി എന്നെയും കൂടെ ഒന്ന് പ്രൊമോട്ട് ചെയ്യും എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് ചിലപ്പോൾ അത്രയും അവൾ പടർന്ന് പന്തലിച്ച് പോകും. നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവും? അവളൊന്ന് പടർന്ന് പന്തലിച്ച് നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഓക്കെ ഓക്കെ, അപ്പോൾ എനിക്കൊരു സമാധാനമായിട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതേപോലെ നാട്ടുകാർ തെണ്ടുകൾ എന്ത് പറയുമെന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.